എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. ഈ ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം നമുക്ക് ഗുണമാണോ ദോഷമാണോ നമുക്ക് നോക്കിക്കളയാം അല്ലേ. കർക്കിടകൻ രാശിക്കാർക്ക് തൊഴിൽപരമായിട്ട് വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ധനനഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക കൂടി വേണം. കാരണം നമുക്ക് തൊഴിലിൽ നിന്ന് കിട്ടുന്ന പൈസ അതിൽ കൂടുതൽ നമുക്ക് അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വന്നു കയറുക എന്നൊക്കെ പറയില്ലേ. നമുക്ക് എന്താണെന്നറിയില്ല, 10 രൂപ കൈ വരുമ്പോഴത്തേന് 20 രൂപയുടെ ചെലവാന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ ഇത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഒരാളെപ്പോഴും ഇങ്ങനെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ അവരെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവര് കുറച്ച് കൂടി ബെറ്റർ ആവും. കുഴപ്പമില്ല, എന്നാലും ഒന്ന് ഓക്കെ ആവാൻ കുറച്ച് ഒരു കാലതാമസമൊക്കെ വേണ്ടി വരും. നല്ല കഠിന പരിശ്രമം ആവശ്യമാണ് കേട്ടോ. വിദേശത്തൊക്കെ പോവാൻ ശ്രമിക്കുന്നവര് അതിൻ്റെ രേഖകളും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് പരിശോധിച്ച് നമുക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ല, നമ്മൾ ഓക്കെയാണ്, നമ്മൾ സേഫാണ് എന്ന് ബോധ്യം വരുത്തിയിട്ട് വേണം അതിലേക്ക് ഇറങ്ങി പോവാനായിട്ട് കേട്ടോ. അന്വേഷിച്ചിട്ടൊക്കെ വേണം നമ്മൾ പോവാനോ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ മുടക്കാനായിട്ട്. സാമ്പത്തികമായിട്ട് ധനം വരുമെങ്കിൽ പോലും ചെലവ് അധികരിക്കുന്ന ഒരു സമയമായിരിക്കും കേട്ടോ. പൈസ വരുന്നതിൽ കൂടുതൽ ചെലവാവുക, അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുക, ആവശ്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. അത് നമ്മളൊന്ന് കരുതിയിരുന്നാൽ നമുക്ക് അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും കേട്ടോ. സാമ്പത്തികം വരില്ലേ എന്ന് ചോദിക്കുന്നവരുടെ സാമ്പത്തികമൊക്കെ വരും. വരുന്ന ധനം സ്വരുക്കൂട്ടി നമുക്ക് സൂക്ഷിക്കുന്നതിന് നമ്മൾ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ചെലവുകളൊക്കെ വരാനും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ധനം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനും ഒക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ്. ദാമ്പത്യപരമായിട്ട് ഒരു ഐക്യത്തിൽ പോവാൻ വളരെയേറെ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതായി അതൊരു മാനസികമായ ബുദ്ധിമുട്ടിലൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കരുതലോടെ മുന്നോട്ട് പോകണം. പെട്ടെന്നുള്ള എടുത്തുചാട്ടം കൊണ്ടും ദേഷ്യം കൊണ്ടുമൊക്കെ നമുക്ക് ചിലപ്പോൾ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് കരുതി എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാനായിട്ട്. വിവാഹം വൈകുന്നവർക്കൊക്കെ ശ്രമിച്ചാൽ വളരെ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. പെട്ടെന്ന് വിവാഹം നടക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. നല്ല നല്ല ബന്ധങ്ങൾ വരാനും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ചിലപ്പോൾ നല്ല നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നതിനെ കഴിഞ്ഞൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള വിവാഹമൊക്കെ കടന്നു വരാൻ സാധ്യതയുള്ളൊരു വർഷമാണ് ഈ കർക്കിടക രാശിക്കാർക്ക്. അതുകൊണ്ട് വിവാഹം മുടങ്ങി നിൽക്കുന്നവരൊക്കെ അതിനുവേണ്ടി ഊർജിതമായിട്ടൊന്ന് ശ്രമിച്ചോളൂ. പെട്ടെന്ന് നമുക്ക് ഈ വ്യാഴമാറ്റം കഴിയുമ്പോൾ ഒരു വിവാഹമൊക്കെ കൂടാൻ കുടുംബാംഗങ്ങൾക്കൊക്കെ ഒരു വിവാഹമൊക്കെ കൂടാനുള്ള സാധ്യതയുള്ള ഇയറാണ് കേട്ടോ. അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ട് വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിൽ അതിൽ കൂടുതൽ ധനനഷ്ടം, അതായത് നമുക്ക് ബിസിനസ്സിൽ നിന്ന് വരുന്ന പൈസയെ കഴിഞ്ഞും ഓവറായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് നടന്നാൽ 2 ലക്ഷം രൂപയുടെ നമ്മൾ സാധനം വാങ്ങി വെക്കാതെ ഒരു 50ൻ്റെ വാങ്ങി വെച്ചിട്ട് 50 നമ്മൾ മീതി വെക്കുക, അങ്ങനെ ഒരു രീതിയിലേക്ക് പോയില്ല എങ്കിൽ നമുക്ക് ചെറിയ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ, ഇപ്പം നമ്മൾ പെട്ടെന്ന് വരുന്ന പൈസ കൂടുതൽ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് പിന്നീട് അതിൽ നിന്ന് നഷ്ടം ഉണ്ടാക്കാനൊക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കരുതലോടുകൂടി വേണം ധനം ചെലവഴിക്കുന്നവർ ശ്രദ്ധിക്കാനായിട്ട് കേട്ടോ. അതല്ല നമുക്ക് മണി മാനേജ്മെന്റ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ മാനേജർമാരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവും. അതല്ല അങ്ങനെയുള്ള ഒരു ബിസിനസ്സിനകത്ത് പെട്ടെന്നൊരു നഷ്ടങ്ങൾ വരാൻ സാധ്യതയില്ല. കാരണം പലരുടെ ഇതുണ്ടല്ലോ, പല നക്ഷത്രക്കാരുണ്ടല്ലോ അതിനകത്ത്. അല്ലാതെ ഈ കർക്കിടക രാശിക്കാർ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ വളരെ കൃത്യതയോടെ ധനം ചെലവഴിച്ചില്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾക്കെല്ലാം പൈസ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങളുടെ ഒരു ആവശ്യം വരുമ്പോൾ പെട്ടിയെ നോക്കുമ്പോൾ സാമ്പത്തികം ഒരു ഞെരുക്കത്തിലാവാൻ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ. ഒന്ന് സൂക്ഷിക്കുക. വീട് സ്ഥലമൊക്കെ വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിൽക്കാനും വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാനും ഒക്കെ സാധിക്കും. പക്ഷെ രേഖകളും പേപ്പറുകളും എല്ലാം കറക്റ്റ് ആക്കിയിട്ട് ചെയ്തില്ല എങ്കിൽ ആ ഐറ്റത്തിൽ നമുക്ക് കുറച്ച് സാമ്പത്തിക നഷ്ടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു രാശിക്കാരാണ് കർക്കിടക രാശിക്കാര്. കാരണം ആരോഗ്യത്തിൽ ചെറിയ അനാസ്ഥ കൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കാനും
അല്ലെങ്കിൽ നമുക്കതിന് സ്ട്രഗിൾ ചെയ്യാനും ഒക്കെയുള്ള സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം ഒരുപക്ഷെ അതായിട്ട് മാറാനും സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ കൃത്യതയോടെ കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് എക്സസൈസ് ചെയ്യുക, യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. മസ്റ്റ് ഹെൽത്ത് എന്ന് നമ്മൾ വിചാരിച്ച് മുന്നിട്ട് ഇറങ്ങിയാൽ നമുക്ക് ഈ വർഷം യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. അല്ലെങ്കിൽ കുറേ ധനനഷ്ടങ്ങളും മനക്ലേശങ്ങളും ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യും, എന്നാലും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമുക്ക് മനസ്സമാധാനമില്ലായ്മയായിരിക്കും. എന്താണെന്ന് അറിയില്ല, ഒരു കാര്യമൊട്ടും ഉണ്ടാവത്തുമില്ല, നമുക്ക് സമാധാനം ഇല്ലാത്തൊരു സിറ്റുവേഷൻ. എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ഇപ്പം നമ്മളെ ബാധിക്കുന്നതും ആവില്ല, നമുക്ക് യാതൊരു കണക്ഷനും ഇല്ലാത്ത കാര്യമാണെങ്കിൽ പോലും അത് ചിന്തിച്ച് വിഷമിക്കാനൊക്കെയുള്ള ഒരു സാധ്യത ഈ ഇയറിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം കരുതിയിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കല്ലെങ്കിൽ അത് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ നമുക്ക് ചെയ്യാമായിരുന്നു എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. അപ്പം അതുകൊണ്ട് അതിന് പ്രത്യേക കരുതലും പ്രത്യേക നിഷ്ഠയും നമ്മൾ മുൻകൂർ എടുത്തുകൊള്ളുക. പിന്നെ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹനുമാൻ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക, അല്ലെങ്കിൽ ഉപവാസം എടുക്കുക, വ്രതനിഷ്ഠകൾ പാലിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. ദാനം ചെയ്യുക, അർഹതപ്പെട്ടവർക്ക് നമ്മൾ ദാനം കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഈ ദുരിത സമയങ്ങളെ ഓവർകം ചെയ്യാൻ സാധിക്കും. നല്ല നല്ല കാര്യങ്ങളിലേക്ക്, സത്സംഗം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. മാനസികമായിട്ട് എപ്പോഴും നമ്മളൊരു ബലത്തോടെയും ധൈര്യത്തോടെയും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുക. സന്താനയോഗമൊക്കെ ഉള്ള ഒരു വർഷമാണിത്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള ഒരു യോഗം കൂടി നമുക്കുള്ളത് കൊണ്ട് എന്ത് കാര്യത്തിനും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. നമ്മൾ അത് എന്താ അപ്പം അതിനപ്പം നമ്മൾ അങ്ങനെ നോക്കാനുണ്ടോ എന്ന് ചോദിക്കാതെ പോരാ, നമ്മൾ നോക്കേണ്ടത് നമ്മൾ തന്നെ നോക്കണം എന്നുള്ള ചിന്താഗതിയോട് കൂടി നമ്മൾ ഏതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങിയാലും അല്ലെങ്കിൽ നമുക്ക് എന്തൊരു കാര്യം നമ്മൾ ചെയ്താലും നമുക്കതിൽ വിജയിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്യാനുള്ള മനസ്സിൻ്റെ ധൈര്യം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക, അതിനുള്ള ദാനം നമ്മൾ അവിടെ ദാനം കൊടുക്കുക. ഇങ്ങനെയൊക്കെ അതായത് നമ്മളിപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 9 ദിവസമൊക്കെ ഉപവാസം ഇരുന്നിട്ട് അതിൻ്റെ ഒരു ധനം നമ്മൾ മാറ്റി വയ്ക്കുമല്ലോ, ആ ധനം നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കുക, മധുരാന്നം വിതരണം ചെയ്യുക, അല്ലെങ്കിൽ അരി വാങ്ങാൻ വശമില്ലാത്തവർക്ക് അരി വാങ്ങി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ ദുരിതങ്ങളെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യുമ്പോൾ അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് അങ്ങ് പിടിച്ചു നിർത്തിയിട്ട് ഞാൻ തോക്കില്ല വിജയിക്കും എന്നുള്ള മട്ടിൽ നമ്മളങ്ങ് മുന്നോട്ട് പോയാൽ ഇതൊക്കെ നമുക്ക് സില്ലി ആയിട്ടങ്ങ് ഓവർകം ചെയ്യാൻ പറ്റുമെന്നേ. അപ്പൊ ബിസിനസ്സുകാരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരെ വിശ്വസിച്ച് പോകുമ്പോൾ അവനവൻ്റെ പെട്ടിയിലെ കാശ് അവനവൻ്റെ പെട്ടിയിൽ തന്നെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ അതായത് ധനച്ചോർച്ച ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട രേഖകൾ പോയി ഒപ്പിട്ട് കൊടുക്കാതിരിക്കുക, ജാമ്യം നിൽക്കാതിരിക്കുക, ഇതൊക്കെ പ്രത്യേകം വായിച്ച് നോക്കി കൃത്യത വരുത്തിയിട്ടൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ധനനഷ്ടമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മനസ്സറിയാത്ത കാര്യത്തിന്, നമ്മൾ മനസ്സറിയാത്ത പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ചാടി നമുക്ക് ധനനഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ, ഇത് നമ്മൾ പറയുന്നത് ഇന്നത് സംഭവിക്കും എന്നല്ല. അതായത് നമ്മളിപ്പോ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തിന് പോകുമ്പോൾ ഇന്ന സ്ഥലങ്ങളിലൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട്, അപ്പൊ അതിലേ പോകാൻ പറ്റില്ല, ആ വഴി ഒന്ന് തിരിഞ്ഞു പൊയ്ക്കോളൂ എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. കാരണം ഇന്നതിന് സംഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയപ്പെടാതെ കണ്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള രീതിയിൽ ഇപ്പോഴേ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ എന്നാണ് ഇതിനകത്തൊരർത്ഥമുള്ളൂ. അല്ലാതെ ഇന്നതാണ് ഇനി പേടിപ്പിച്ചു അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനൊന്ന് മുൻകൈ എടുത്തോളൂ. നമ്മൾ പറയില്ലേ, പുറത്ത് പോകുന്ന മഴ വരുന്നുണ്ട് ഒരു കുട എടുത്തോളൂ, അത്രയേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഒരു കരുതൽ എടുത്തോളൂ, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഇതിനെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതല്ലാതെ ഒരിക്കലും ഇത് പേടിപ്പിക്കുന്നതിനോ നെഗറ്റീവ് പറയുന്നോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ വരുന്നത് ഒന്ന് മുൻകൂട്ടി പറയുന്നു, അതിന് നമ്മൾ ഇങ്ങനെ ഒരു കരുതൽ എടുക്കുക. ആ കരുതലെടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ പ്രൊഡിക്ഷൻ. അപ്പോൾ ഇത്രയും സമയം എന്നോടത്ത്
ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയും നന്ദി, നമസ്കാരം.